നമസ്കാരം. മരാന്തറൈസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇന്നലെ പോയ സിലോജിസത്തിൻ്റെ പാർട്ട് 2 ആണ്. CGLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കാരണം ഇന്നലെ അതിന് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് ഓൾ ARD നോ DESE. ഈ ടൈപ്പ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റും കൺക്ലൂഷനാണ് നോക്കേണ്ടത്. ഫിഗേഴ്സ് വരച്ചു തുടങ്ങാം. ഓൾ ARD എല്ലാ എയും ഡി ആണ്. ഓൾ ARD ഇതാണ് ഫിഗർ. എല്ലാ എയും ഡി ആണ്. നോ DESE ഒരു ഡിയും ഇ അല്ല. ഡിയും ഇയും തമ്മിൽ റിലേഷൻ ഇല്ല. ഇതാണ് ഫിഗർ വന്നിരിക്കുന്നത്. ഇതിന് ഇനി വേറെ പോസിബിലിറ്റീസ് വരക്കാനില്ല. എനിക്ക് ഈ അടുത്ത് ഇതിൻ്റെ എയുടെ അകത്തും അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല. കാരണം നോ DESE എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിയും ഇ ആയിട്ട് ഒരു റിലേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എയും ഇയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, കൺക്ലൂഷൻസ് നോക്കാം. നോ ES A എന്നുള്ളത് കറക്റ്റ് ആണ്. കാരണം ഡിയുമായിട്ട് ഇക്ക് ഒരു റിലേഷൻ ഇല്ലെങ്കിൽ എയുമായിട്ട് ഒരു റിലേഷൻ വരത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ്, ഓൾ DRA എല്ലാ ഡിയും എ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നേരെ തിരിച്ചാണ്. എല്ലാ എയും ഡി എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെയുള്ള പോർഷൻസ് ഒന്നും എ അല്ല. അതുകൊണ്ട് സെക്കൻഡ് പോസിബിൾ അല്ല. തേർഡ് വന്നേക്കുന്നത് ഓൾ ERD. ഓൾ ERD എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നോ DESE എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതും വരത്തില്ല. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോവേഴ്സ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ARB ഓൾ BRC ഓൾ CRD എന്നുള്ള ടൈപ്പ് വരുന്നത്. അതുപോലെ വേറെ ടൈപ്പാണ് സം ARB സം BRC സം CRD. സം വെച്ചിട്ട് ആ ഓർഡർ ABCD എന്ന ഓർഡറിൽ പോകുന്നത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സം ഗ്രാസ് ആർ ട്രീ സം ട്രീ ആർ ബ്രാഞ്ച് സം ബ്രാഞ്ച് ആർ ഡോഗ്. ഇതിന്റെ ഫിഗർ വരക്കുകയാണെങ്കിൽ ഞാനത് ഫിഗറും അത് കഴിഞ്ഞ് അല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് പറയാം. ഫിഗർ വരക്കുകയാണെങ്കിൽ സം ഗ്രാസ് ആർ ട്രീ, ഇത് ഗ്രാസ് ആണെങ്കിൽ ഇത് ട്രീ വരും. ഇനി സം ട്രീ ആർ ബ്രാഞ്ച്, കുറച്ച് ട്രീ ബ്രാഞ്ച് ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ലീസ്റ്റ് പോസിബിൾ. ബ്രാഞ്ച് ഇപ്പുറത്തും വരാം, അതൊരു പോസിബിലിറ്റി ആണ്. പക്ഷേ ലീസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ബേസിക് ഫിഗർ ഇതാണ്. ഇനി സം ബ്രാഞ്ച് ആർ ഡോഗ്, ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഫിഗർ. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ ഇതിന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് സം GRB ഉണ്ടെങ്കിൽ ട്രീ, ഇത് ടി ആയിരുന്നേ. സം GRT ആണെങ്കിൽ സം TRG എന്ന് പറയാം. സം TRB എന്ന് പറയുകയാണെങ്കിൽ സം BRT എന്ന് പറയാം. സം റിലേഷൻ നമുക്ക് തിരിച്ചിടാം. അതുപോലെ സം BRD ആണെങ്കിൽ സം DRB എന്ന് പറയാം. ഓക്കെ, ഇത് മാത്രമേ പറയാൻ പറ്റില്ല. ഇവിടെ ഓൾ റിലേഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നോ റിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സമ്മ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പോസിറ്റീവ് ആണ്, അതിൽ നെഗറ്റീവ് ഇടാൻ പറ്റില്ല. അതുപോലെ സമ്മ് പറഞ്ഞിടത്ത് എനിക്ക് ഒരിക്കലും ഓൾ എന്നുള്ള റിലേഷൻ പറയാൻ പറ്റില്ല. പോസിബിലിറ്റീസ് ഉണ്ട്, അതല്ലാതെ കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പോസിബിലിറ്റീസ് വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, അല്ലാതെ പറയാൻ പറ്റില്ല. ഇനി ഞാൻ ഫിഗർ വെച്ച് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സം ഗ്രാസ് ആർ ബ്രാഞ്ചസ്, സം ഗ്രാസ് ആർ ബ്രാഞ്ചസ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ റിലേഷൻ ഇവിടെ ഇല്ല, ഫിഗറിൽ പോസിബിൾ ആയിട്ടില്ല. സം ട്രീ ആർ ഡോഗ്, സം ട്രീ ആർ ഡോഗ് എന്നുള്ളതും പറയാൻ പറ്റില്ല. അടുത്തത് സം ഗ്രാസ് ആർ ഡോഗ്, സം ഗ്രാസ് ആർ ഡോഗ് എന്നുള്ളതും പറയാൻ പറ്റില്ല. കാരണം ഫിഗറിൽ അങ്ങനെയല്ല കിടക്കുന്നത്. ഗ്രാസും ഡോഗും സെപ്പറേറ്റ് ആണ്. അങ്ങനെ ആവാം, പക്ഷെ അങ്ങനെയല്ല. കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റില്ല. സം ബ്രാഞ്ച് ആർ ഗ്രാസ് എന്നുള്ളതും പറയാൻ പറ്റില്ല. ബ്രാഞ്ച് ഇതും ഗ്രാസ് ഇതുമാണ് പറയാൻ പറ്റില്ല. അപ്പോൾ 4 കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നില്ല. നൺ ഓഫ് ദ കൺക്ലൂഷൻ ഫോളോസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ സമ്മിന്റെ കേസ് വരികയാണെങ്കിൽ ഓക്കെ, ആദ്യം G വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് T ആണ്, പിന്നെ വന്നിരിക്കുന്നത് ബ്രാഞ്ച് ആണ്, ഡോഗ് ആണ്. ഇതിൽ ഗ്രാസും സമ്മിന്റെ കേസാണ്. സം ARB സം BRC സം CRD ആ ഓർഡറിൽ വരികയാണെങ്കിൽ ഗ്രാസും ട്രീയും തമ്മിൽ റിലേഷൻ പറഞ്ഞാൽ അതുപോലെ തിരിച്ച് സം ട്രീ ആർ ഗ്രാസ് എന്ന് പറയാം. അതുപോലെ ട്രീയും ബ്രാഞ്ചും റിലേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തിരിച്ച് സം ബ്രാഞ്ച് ആർ ട്രീ എന്ന് പറയാം. ബ്രാഞ്ചും ഡോഗും അതുപോലെ തിരിച്ച് പറയും. അതല്ലാതെ വേറൊരു റിലേഷൻ, ഒരു കൺക്ലൂഷൻ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് സം ഗ്രാസ് ആർ ബ്രാഞ്ചസ്, ഗ്രാസ് എവിടെ ബ്രാഞ്ച് എവിടെയാണ്, അത് പോസിബിൾ അല്ല. ട്രീസ് ആർ ഡോഗ്സ്, ട്രീസും ഡോഗ്സും ഒരുമിച്ച് ഒരു ലൈനിലല്ല, സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്, അതും പോസിബിൾ അല്ല. അടുത്ത സം ഗ്രാസ് ആർ ഡോഗ്, ഗ്രാസ് ഡോഗ് സെപ്പറേറ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റിൽ, അതും വരത്തില്ല. ബ്രാഞ്ചും ഗ്രാസും എല്ലാത്തിനും സം ആണ്, സം ബ്രാഞ്ച് ആർ ഗ്രാസ്, അതും പോസിബിൾ അല്ല. ഇവിടെ തന്നെ ഓൾ വന്നു കഴിഞ്ഞാൽ ഓളും പോസിബിൾ അല്ല. സമ്മിൻ്റെ അടുത്ത് ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിൽ ഓൾ റിലേഷൻ പറയാൻ പറ്റില്ല, നോവും പോസിബിൾ അല്ല. ഇതാണ് അടുത്ത ടൈപ്പ് വരുന്നത്. നമ്മൾ ഓള് പറഞ്ഞതിന്റെ വേറെ ടൈപ്പാണ്. ഇതിൽ തന്നെ ഓളിന്റെ കേസ് ആയിരുന്നു, ഓൾ ഇന്നലെ പറഞ്ഞാണ്, ജസ്റ്റ് റിവിഷൻ പോലെ. ഓളിന്റെ കേസിൽ ഞാൻ ഓൾ ARB ഓൾ BRC ഓൾ CRD ഇങ്ങനെ മാർക്ക് ചെയ്തേ ഉള്ളൂ. ഫിഗർ വരുന്നത് A അത് ബിയുടെ അകത്താണ്, B സിയുടെ അകത്താണ്, CD യുടെ അകത്ത്, അങ്ങനെയാണ് വരുന്നത്. ഇതിന് എടുക്കാൻ പറ്റുന്ന റിലേഷൻ ഓൾ റിലേഷൻ എനിക്ക് ഈ ഓർഡറിൽ എടുക്കാം. ഓൾ റിലേഷൻ ഈ ഓർഡറിൽ എടുക്കാം. ഓൾ ARB എന്ന് പറയാം, ഓൾ ARC എന്ന് പറയാം, ഓൾ ARD എന്ന് പറയാം, ഓൾ BRC എന്ന് പറയാം, ഓൾ BRD എന്ന് പറയാം, ഓൾ CRD എന്ന് പറയാം. ഈ ഓർഡറിൽ ഓൾ ഫസ്റ്റ് ഉള്ളത് ആർ, സെക്കൻഡിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഏതെങ്കിലായിട്ട് എടുക്കാം ഓൾ റിലേഷൻ. പക്ഷെ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓൾ DRC എന്നോ ഓൾ DRB എന്നോ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഓൾ വരുന്നത് ആ ഒരു ഓർഡറിലാണ്.
പിന്നെ സം റിലേഷൻ എനിക്ക് എല്ലായിടത്തും എടുക്കാം. ഈ ഒരു കേസ് ഓൾ ARB BRC അങ്ങനെ വരികയാണെങ്കിൽ സം റിലേഷൻ എനിക്ക് എല്ലായിടത്തും എടുക്കാം. സം എല്ലാത്തിനും പോസിബിൾ ആണ്. ARC എന്നോ ARD എന്നോ സം BRC എന്നോ എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ നോ റിലേഷൻ ഇവിടുന്ന് പോസിബിൾ അല്ല. ഓക്കെ ആണോ? അത് ഓൾ ARB കേസ് ആണ്. ഇനി സമ്മ് വരികയാണെങ്കിൽ സമ്മിൽ ഈ കേസ് A DC CB അല്ലെങ്കിൽ CD ഉണ്ടെങ്കിൽ DC ആ രീതിയിൽ എടുക്കാം. പക്ഷെ ഓള് പോസിബിൾ അല്ല, നോം പോസിബിൾ അല്ല. സമ്മ് തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രം തിരിച്ചെടുക്കാം, അത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ARH ആൻഡ് നോ B is A. ഓൾ ARH എല്ലാ എയും H ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോ B is A ഒരു ബിയും A അല്ല. ഇതാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി നോക്കിയ ഫിഗർ ആണ്, കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. ഈ ബി ഇവിടെ വരണമെന്നില്ല, ബി ഇവിടെ വരാം, ബി ഇതിനകത്തും വരാം. എയും ബിയും തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സം AR നോട്ട് ബി, സം AR നോട്ട് ബി അങ്ങനെ പോസിബിൾ ആണോ? അങ്ങനെ സം AR നോട്ട് ബി എന്നുള്ള പോസിബിൾ ആണോ? ആണ്. കാരണം നോ ARB ഒരു എയും ബി അല്ല. അങ്ങനെയാണെങ്കിൽ സം എ കുറച്ച് എയും ബി അല്ല എന്ന് പറഞ്ഞൂടെ? ഒരു എയും ബി അല്ലെങ്കിൽ അതിലുള്ള കുറച്ച് പോർഷൻ ഒരിക്കലും ബി ആവില്ല. നോ സം AR നോട്ട് ബി എന്നുള്ള പോസിബിൾ ആണ്. നോ ARB ആണെങ്കിൽ അതിൽ സം AR നോട്ട് ബി എന്നുള്ള കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തത് നോ ബി ഈസ് എച്ച് ഒരു ബിയും എച്ച് അല്ല എന്നുള്ളത്, അത് പോസിബിൾ ആണോ? കാരണം ഈ ബി എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ വരാം, ഇതിനകത്തും വരാം, അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ആണ്. ഫോർത്ത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓൾ bears are rabbits, all rabbits are dogs, some dogs are black. വരയ്ക്കുകയാണെങ്കിൽ ബിയർ, റാബിറ്റ്, all rabbit are dog, some dog are black എന്നാണ് പറഞ്ഞേക്കുന്നത്. some dog are black. ലീസ്റ്റ് പോസിബിൾ ഇത് വരാം, അതല്ലാതെ ബ്ലാക്ക് എങ്ങനെയും വരാം, ഇതിനകത്തും വരാം, എങ്ങനെ വേണേലും വരാം. ബ്ലാക്ക് ആണിത്, എങ്ങനെ വേണേലും വരാം. അതൊക്കെ പോസിബിലിറ്റീസ് ആണ്. ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ളതാണ് ഈ കിടക്കുന്നത്. പിന്നെ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ സം റാബിറ്റ് ആർ ബ്ലാക്ക്, സം റാബിറ്റ് ആർ ബ്ലാക്ക് വരണമെന്നുണ്ടോ? അങ്ങനെ വരണമെന്നില്ല, അത് പോസിബിൾ ആവണമെന്നില്ല. അങ്ങനെ ആവാം, പോസിബിലിറ്റിയാണ്, പക്ഷേ കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഫസ്റ്റ് വരില്ല. ഫിഗറിൽ തന്നെ സം റാബിറ്റ് ആർ ബ്ലാക്ക് എന്നവിടെ പറയാൻ പറ്റില്ല, സെപ്പറേറ്റ് ഫിഗർ ആണ്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ സം ഡോഗ് ആർ ബേസ്, സം ഡോഗ് ആർ ബേസ് എന്നുള്ളത് പോസിബിൾ ആണ്. ബെയർ ഡോഗിനകത്താണ്. അപ്പോൾ സം ഡോഗ് ആർ, ഡോഗിൻ്റെ ഈ ഒരു പോർഷൻ എന്തായാലും ബെയർ ആണല്ലോ. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഓൾ ARB ഓൾ BRC എന്ന് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എല്ലായിടത്തും സം റിലേഷൻ പറയാം. ഇപ്പോൾ ഇവിടെ അതുപോലെ സം ഡോഗ് ആർ ബേസ്, ഇവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഓൾ ARB ഓൾ BRA ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ സം റിലേഷൻ എങ്ങോട്ട് വേണേലും പോസിബിൾ ആവും. സം ഡോഗ് ആർ ബെയർ എന്നുള്ളത് ഇവിടെ രണ്ടെണ്ണം കണക്ട് ചെയ്യുന്നതാണ്, അത് പോസിബിൾ ആണ്. ആ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഫിഗറിൽ നിന്ന് എടുക്കാം. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് ഓൾ ബേയേഴ്സ് ആർ ഡോഗ്സ്, ഓൾ ബേയേഴ്സ് ആർ ഡോഗ്സ്. നോക്കാം, ഓൾ ബേയേഴ്സ് ആർ ഡോഗ്സ് കറക്റ്റ് ആണ്, ഫിഗറിൽ കറക്റ്റ് ആണ്. അതുകൊണ്ട് തേർഡും ഫോളോ ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എടുക്കുകയാണെങ്കിൽ ഓൾ ARB ഓൾ BRC എന്ന് വരുന്നിടത്ത് ഓൾ ആ ഓർഡറിൽ എനിക്ക് എടുത്ത് പോകാം. ഓൾ ബേയേഴ്സ് ആർ ഡോഗ്സ്, ബെയർ കഴിഞ്ഞിട്ടാണ് ഡോഗ് വരുന്നത്, അത് പോസിബിൾ ആണെന്ന് എടുക്കാം. സോ കൺക്ലൂഷൻ 2 and 3 ആണ് ഫോളോ ചെയ്യുന്നത്. ഓപ്ഷൻ 1 ആൻസർ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സം LR ആർ സം AR ആർ. ഫിഗർ എടുക്കുകയാണെങ്കിൽ ഇല്ല ആർ, അടുത്തത് സം AR ആർ, കുറച്ച് AR. ഇതാണ് ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഡയഗ്രാം. ഓർക്കുക, ഇതെല്ലാതെയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ ഓൾ ARL, ഓൾ AR ഇവിടെ സം റിലേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സം റിലേഷൻ പറഞ്ഞെടുത്ത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതല്ലെങ്കിൽ ഓൾ എന്നുള്ള റിലേഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഫോളോ ചെയ്യില്ല. സെക്കൻഡ് മോളാണ്, അതും പോസിബിൾ അല്ല. സം എന്നുള്ള റിലേഷൻസ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് ഓൾ എന്നുള്ള റിലേഷൻ എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് AB ആണ്, കുറച്ച് BA ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഓൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് നെയ്തർ കൺക്ലൂഷൻ ഫോളോസ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ AR ആർ ഓൾ ആർ RC. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് ഓൾ ARB ഓൾ BRC എന്നുള്ള കേസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലോജിക് ഫിഗർ എടുക്കുന്നില്ല, ആ ലോജിക്ക് എടുക്കാം. ARC എന്നുള്ള ഓർഡറിലാണ്. അപ്പോൾ ഓൾ എനിക്ക് ആ ഓർഡറിൽ എടുക്കാം, ഓൾ റിലേഷൻ ആ ഓർഡറിൽ എനിക്ക് എടുത്തു പോകാം. സമ്മ് എല്ലാത്തിലും പോസിബിൾ ആണ്. അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് എനിക്ക് സം എടുക്കാം, പക്ഷെ നോ എന്ന റിലേഷൻ എടുക്കാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. നോ CSR എന്നുള്ള പോസിബിൾ അല്ല, നോ വരത്തില്ല. സം പോസിബിൾ ആണ്, സം എല്ലാ റിലേഷൻ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കാം. ഇനി ഓൾ വരികയാണെങ്കിൽ ആ ഓർഡറിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓൾ AR ആർ ഓൾ RC, A കഴിഞ്ഞിട്ടാണ് C വരുന്നത്, അപ്പോൾ അത് പോസിബിൾ ആണ്. കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ആണ് ആൻസർ വരാൻ പോകുന്നത്.
നേരത്തെ പറഞ്ഞ മെത്തേഡ് ഓൾ എ ആർ ബി ഓൾ ബി ആർ സി എന്ന് വരികയാണെങ്കിൽ ഓൾ എന്നുള്ള റിലേഷൻ എനിക്ക് ആ ഓർഡറിൽ എടുക്കാം, സം റിലേഷൻ എല്ലാത്തിലും എടുക്കാം, നോ റിലേഷൻ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നോ ക്യാൻസൽ ചെയ്ത്, തേർഡ് വരത്തില്ല, സം വരാം, സം എങ്ങനെ വേണമെങ്കിലും വരാം, പിന്നെ ഓൾ എ ആർ സി ആ ഓർഡറിലാണ്, അതും പോസിബിൾ ആണ്. അപ്പോൾ അതിന് ആൻസർ are peas, some peas are potatoes, all potatoes are fruits. ചെയ്യണമെങ്കിൽ all tomatoes are peas, some peas are potatoes, peas potatoes ആണ്, all potatoes are fruits. ഇതാണ് ഫിഗർ വരുന്നത്, ബേസിക് ആയിട്ടുള്ള ഫിഗർ. നോക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ സം ടൊമാറ്റോസ് ആർ പൊട്ടറ്റോസ്, സം ടൊമാറ്റോസ് ആർ പൊട്ടറ്റോസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ടൊമാറ്റോ ഇവിടെ എടുക്കുന്നത്, പൊട്ടറ്റോ ഇവിടെ എടുക്കുന്നത്. സം ടൊമാറ്റോ ആർ പൊട്ടറ്റോസ് എന്ന് പറയാൻ പറ്റില്ല, പോസിബിൾ അല്ല. പോസിബിൾ ആണ്, പക്ഷേ കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ടൊമാറ്റോ ആക്ച്വലി ഇവിടെയും വരാം, പോസിബിലിറ്റി ഉണ്ട്. സം ഫ്രൂട്ട്സ് ആർ പൊട്ടറ്റോസ്, സം ഫ്രൂട്ട്സ് ആർ പൊട്ടറ്റോസ്, സം ഫ്രൂട്ട്സ് ആർ പൊട്ടറ്റോസ് ആണല്ലോ, കാരണം ഓൾ പൊട്ടറ്റോസ് ആർ ഫ്രൂട്ട്സ് ആണെങ്കിൽ തിരിച്ച റിലേഷൻ സം ആയിട്ട് എടുക്കാം, സെക്കൻഡ് പോസിബിൾ ആണ്. തേർഡ് സം പീസ് ആർ ഫ്രൂട്ട്സ്, സം പീസ് ആർ ഫ്രൂട്ട്സ് ആണല്ലോ, പീസിലെ ഈ ഒരു പോർഷൻ ഫ്രൂട്ട്സ് ആണല്ലോ, ഫ്രൂട്ട്സിൻ്റെ ഈ പോർഷൻ കൂടിയാണ്. അതുകൊണ്ട് കൺക്ലൂഷൻ 2 and 3 ഫോളോസ് ആണ്, ഓൺലി കൺക്ലൂഷൻ 2 and 3 ഫോളോസ് വരും. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ സം ബൾബ് ആർ സ്വിച്ച്, നോ സ്വിച്ച് ഈസ് എ വേസ്, ഓൾ ഫാൻ ആർ സ്വിച്ച്. സം ഓൾ നോട്ട് എല്ലാം കൂടി വന്നതാണ്, ഫിഗർ വരച്ച് നോക്കാം. ബൾബ്, സ്വിച്ച്, നോ സ്വിച്ച് ഈസ് എ വേസ്, ഓൾ ഫാൻസ് ആർ സ്വിച്ചസ്, ഓൾ ഫാൻസ്, ഫാൻ ഇതിനകത്ത് വരും. ഇവിടെയൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, ഒരിക്കലും മറക്കരുത്, കാരണം പോസിബിലിറ്റീസും ചോദിക്കാം. സം പറയുന്നത് നോ സ്വിച്ച് ഈസ് എ വേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വേസ് ഇവിടെ വരാം, വേസ് ഇതിനകത്ത് വരാം, പുറത്തും വരാം. അതുപോലെ ഓൾ ഫാൻ ആർ സ്വിച്ചസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഫാൻ ഇവിടെയും വരാം, ഇതിനകത്തും വരാം, ഇവിടെയും വരാം. അതൊക്കെ പോസിബിലിറ്റീസ് ആണ്. കൺക്ലൂഷൻ നോക്കാം. സം ബൾബ്സ് ബീയിങ് ഫാൻ ഈസ് എ പോസിബിലിറ്റി, സം ബൾബ് ബീയിങ് ഫാൻ ഈസ് എ പോസിബിലിറ്റി. ഞാൻ പറഞ്ഞു ഫാൻ ഇവിടെ വന്നിട്ടുണ്ട്, പറഞ്ഞേക്കുന്ന ഓൾ ഫാൻ ആർ സ്വിച്ച് എന്നാണ്. ആ ഫാൻ ഇവിടെയും വരാം, ഇതൊരു പോസിബിലിറ്റിയാണ്. അങ്ങനല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊരു പോസിബിലിറ്റിയാണ്, അവിടെയും വരാം. ആ ഫാൻ ഇതിനകത്തും വേണമെങ്കിലും വരാം, അതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ സം ഫാൻ, സം ബൾബ് ബീയിങ് എ ഫാൻ ഈസ് പോസിബിലിറ്റി. ഇങ്ങനെ വരികയാണെങ്കിൽ സം ബൾബ് ബീയിങ് എ ഫാൻ പോസിബിലിറ്റി ആയിട്ട് വരുന്നില്ലേ? അതുകൊണ്ട് കൺക്ലൂഷൻ 1 ഫോളോ ചെയ്യും. സെക്കൻഡ് വന്നേക്കുന്നത് നോ ഫാൻ ഈസ് എ വേസ്, നോ ഫാൻ ഈസ് എ വേസ്. കറക്റ്റ് അല്ലേ? നോ സ്വിച്ച് ഈസ് എ വേസ്. ഈ ഒരു സ്വിച്ചും വേസ് തമ്മിൽ റിലേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വിച്ചിനകത്ത് എടുക്കുന്ന ഫാനും വേസുമായിട്ട് റിലേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് സെക്കൻഡും പോസിബിൾ ആണ്. തേർഡ് നോക്കുകയാണെങ്കിൽ ഓൾ സ്വിച്ചസ് ആർ ഫാൻസ്. പറയാൻ പറ്റില്ലല്ലോ. സം ഫാൻസ് ആർ, ഓൾ ഫാൻ ആർ സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓൾ സ്വിച്ച് ആർ ഫാൻ എന്ന് പറയാൻ പറ്റില്ല. ഫിഗറിൽ നിന്ന് അങ്ങനെ നമുക്ക് എടുക്കാനേ പറ്റത്തില്ല, കൺക്ലൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത നോ ബൾബ് ഈസ് എ വേസ്, നോ ബൾബ് ഈസ് എ വേസ്. ഞാൻ ആദ്യം പറഞ്ഞ കേസ് നോ ബൾബ് ഈസ് എ വേസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം വേസും സ്വിച്ചും തമ്മിൽ റിലേഷൻ ഇല്ലാന്നേ പറഞ്ഞുള്ളൂ. ആ വേസ് വേണമെങ്കിൽ ഇവിടെ വരാം, ഇങ്ങനെ വരാം, റിലേഷൻ ഇല്ലാതെ വരാം. അതുകൊണ്ട് നോ ബൾബ് ഈസ് എ വേസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓൺലി കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ. ചെയ്യാം. അപ്പോൾ 2 വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ഒന്ന് ചെയ്ത് പോവാം. അത് കഴിഞ്ഞ് CHSL ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്ട്രാ വരുന്ന പോസിബിലിറ്റീസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പൊക്കെ നമുക്ക് ചെയ്തു പോവാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.